നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു? പ്രത്യേകിച്ചും പശ്ചിമേഷ്യ കലുഷിതമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ ഏതു സമയവും ഒരാക്രമണത്തിനിരയാകും. യുദ്ധസന്നാഹമായി തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു. അതിൽ ഇസ്രയേൽ അമേരിക്കയോടൊപ്പം തന്നെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന വാർത്തകൾ പ്രചരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിന് ഇസ്രയേലിലേക്ക് പോയി? തിരിച്ചെത്തുന്നത് ആ കരുത്തിനെയും കൊണ്ടാണോ? ഒരു വജ്രായുധത്തിനെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾക്ക് 9 വർഷത്തിനിടെ മോദി നടത്തുന്ന ഈ രണ്ടാമത്തെ സന്ദർശനത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു? വ്യക്തമായി തന്നെ അതിനുള്ള മറുപടിയും പുറത്തു വരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ഇസ്രയേലിലേക്ക് തിരിച്ച മോദിക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം, വലിയ ഗംഭീര സ്വീകരണമാണ് ഒരുക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ചർച്ചയും നടത്തിയിരിക്കും. പ്രതിരോധം, സുരക്ഷ, തൊഴിൽ, വാണിജ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രത്തിൽ അടക്കം ഒപ്പിടും. പ്രതിരോധ രംഗം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന വിഷയം. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏവരും പ്രതിരോധ മേഖലയുടെ കരുത്തിന് വേണ്ടി ഇന്ത്യ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ നാം പരീക്ഷിക്കേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ആവശ്യകതയെക്കുറിച്ച് ഏവരും എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരണത്തിനുള്ള തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി RK സിംഗ് നവംബറിലായിരുന്നു ഇസ്രയേൽ സന്ദർശനം നടത്തിയത്. ഇസ്രയേൽ സേനയുടെ കരുത്തനായിട്ടുള്ള വജ്രായുധമായിട്ടുള്ള അയൺ ഡോം അത് വാങ്ങാനുള്ള ഒരു പദ്ധതി ഇന്ത്യക്കുണ്ടെന്ന് അന്ന് മുതലേ വാർത്ത പ്രചരിച്ചതായിരുന്നു. അയൺ ഡോം എന്തുകൊണ്ട് ഇന്ത്യ വാങ്ങണം എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം നമുക്ക് ഏവർക്കും അറിയാവുന്നത് കൂടിയാണ്. പാകിസ്ഥാനോ അതുപോലെ തന്നെ അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്ന കലുഷിതമായ സാഹചര്യങ്ങളിലോ ഇന്ത്യക്ക് ഒരു ഭീകരാക്രമണം ഏത് രീതിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിർത്തി മേഖലകളൊക്കെ തന്നെ അസ്വസ്ഥമായി ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്ത്യയുടെ വളർച്ചയ്ക്കനുസരിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങളുടെ ആക്രമണ രീതിയും പല രീതിയിലായിരിക്കും. കാലോചിതമായി അവർ ആ പദ്ധതിയും പുനരാവിഷ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ അതിർത്തി വേലികൾ കെട്ടിയടച്ച് അതിർത്തി സുരക്ഷ കൂടുതൽ കർശനമാക്കി മുന്നോട്ട് പോകണം. നിലവിൽ റഷ്യയുടെ കരുത്തനായിട്ടുള്ള S-400 അടക്കമുള്ള സുദർശന ചക്രം അടക്കമുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ ഇസ്രയേൽ കാലാകാലങ്ങളായി അവരുടെ പ്രധാന പ്രതിരോധ കവചമായിട്ടുള്ള അയൺ ഡോം അത് നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടി തുറന്നു നൽകുന്നു എന്ന സൂചന കിട്ടുന്നു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി ശക്തമായി വളർന്നു വരുന്നതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടന്നുവരവിന് ശേഷം ഈ ബന്ധമാകട്ടെ വ്യാപാര, പ്രതിരോധ, നയതന്ത്ര മേഖലകളിലൊക്കെ കൂടുതൽ സുസ്ഥിരവും തന്ത്രപ്രധാനവുമായി മാറിയിട്ടുള്ളത് നമ്മളേവരും കണ്ടു. ഇന്ത്യ ഇസ്രയേൽ പങ്കാളിത്തത്തിലൂടെ കൈവരിച്ച സുപ്രധാന പുരോഗതി ഇരു നേതാക്കളും എന്തായിരുന്നാലും ഇത്തവണ അവലോകനം ചെയ്ത് അതനുസരിച്ച് കൊണ്ടുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കും ഇത്തവണ മുന്നോട്ട് പോകുന്നത്. ആഗോള വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചാ വിഷയമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദീർഘദൂര മിസൈലുകളെ ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇസ്രയേലിന്റെ ആരോ, മധ്യദൂര മിസൈൽ പ്രതിരോധത്തിനുള്ള ഡേവിഡ് സ്ലിംഗ്, അതുപോലെ തന്നെ അയൺ ഡോം എന്നിവയടക്കം ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. ഈ 3 മിസൈൽ പ്രതിരോധ കവചങ്ങളാണ് ഇസ്രയേലിനെ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യയെയും കാത്തു സൂക്ഷിക്കാൻ വരിഞ്ഞു മുറുകാനായി ഇവയെ നാം ഒരുപക്ഷെ സ്വന്തമാക്കിയേക്കും. ഇന്ത്യ ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയിരുന്നു. നാളെ അത് സമാപിക്കാൻ കൂടി ഇരിക്കുകയാണ്. ഇസ്രയേലിലെ ദേശീയ മാധ്യമമായിട്ടുള്ള ജെറുസലേം പോസ്റ്റ് അടക്കം വലിയ തോതിലുള്ള സ്വാഗതം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ 1-ാം പേജിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമസ്തേ മോദി എന്ന അടിക്കുറിപ്പോടെ. ആ പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇന്ത്യയും ഇസ്രയേലും ശക്തവും ബഹുമുഖവും തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തവും പങ്കിടുന്നുവെന്ന് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. കഴിച്ച കുറച്ച് വർഷങ്ങളായി ഇത് ഗണ്യമായി വളർന്നിരിക്കുന്നു. അതുതന്നെയാണ് യാത്രയ്ക്ക് തൊട്ട് മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇനി നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ വർഷം, ഒരു 3 പതിറ്റാണ്ട് കാലം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. 1992 പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഇന്ത്യ ഇസ്രയേൽ ബന്ധം സ്ഥിരമായി തന്നെ വളർന്നു. 2017 അതിന്റെ ഒരു വലിയ ഘട്ടം അത് 2017 സംഭവിച്ചത്. ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം അന്ന് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ ഒരു ചരിത്രപരമായ ഏടായി സൂക്ഷിക്കാവുന്നതാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ചത്
അതുകൊണ്ട് തന്നെ ഈ സന്ദർശനം രാഷ്ട്രീയപരമായും തന്ത്രപരമായും ഒക്കെ തന്നെ വലിയൊരു സന്ദേശം നൽകിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കും. അതിർത്തി സുരക്ഷ, സൈബർ സുരക്ഷ, ഇന്റലിജൻസ് പങ്കുവയ്ക്കൽ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സഹകരണം അന്നു മുതലേ വർദ്ധിപ്പിച്ചു. ഉയർന്ന തലത്തിലുള്ള സ്ഥിരം കൂടിക്കാഴ്ചകൾ, തന്ത്രപരമായ സംവാദങ്ങൾ, പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള കരുത്തുറ്റ ശക്തികളായി മാറി വരേണ്ട ചർച്ചകൾ എന്നിവയൊക്കെ തന്നെ ശക്തമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറയേണ്ടത്. ഇന്ത്യയും ഇസ്രയേലും ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ പങ്കാളികളിൽ ഒന്നുകൂടിയാണ്. റഷ്യയ്ക്ക് ശേഷം ഇന്ത്യ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രധാന രാജ്യമായി ഇസ്രയേലിനെ കണ്ടിരിക്കുകയാണ്. സ്ഥിരമായി മുൻനിരയിൽ തന്നെ അവർ നിലകൊള്ളുന്നുണ്ട്. പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവരുടെ ആധുനിക സാങ്കേതിക വിദ്യ കൂടിയാണ്, ആയുധ സംവിധാനങ്ങൾ കൂടിയാണ്. പ്രധാനമായും UAV-കൾ, ഡ്രോണുകൾ, മിസൈൽ സംവിധാനങ്ങൾ, റഡാർ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, വാർഫെയറുകൾ എന്നിവയിലൊക്കെ ഇസ്രയേൽ തന്നെയാണ് മുൻനിരക്കാർ. ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിതരണക്കാരും അവർ തന്നെയാണ്. ഇനി സംയുക്തമായിട്ടുള്ള വികസന പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായി സാങ്കേതിക കൈമാറ്റം, സംയുക്ത ഉൽപാദനം, സമഗ്ര വികസനം ഒക്കെ തന്നെ ശക്തമായി ഇതുവരെ നാം നടപ്പിലാക്കി പോരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ഉദാഹരണം പറയേണ്ടത് ബാരക് 8 മിസൈൽ പദ്ധതിയാണ്. ഇന്ത്യയും ഇസ്രയേലും ഒരുമിച്ച് ചേർന്ന് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ മിസൈൽ സംവിധാനം രണ്ടു രാജ്യങ്ങളുടെയും തന്ത്രപരമായ വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതിരോധ മേൽക്കൈയുടെയും ഉദാഹരണമായത് നമുക്ക് പറയാൻ സാധിക്കും. ഇനി രണ്ടു രാജ്യങ്ങൾ നേരിടുന്ന ഭീകര ആക്രമണങ്ങൾ, ഭീകരവിരുദ്ധ സഹകരണം അത് കൂടുതൽ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും ഭീകരവാദ ഭീഷണികളെ നേരിടുന്നത് കൊണ്ട് തന്നെ സമാന വെല്ലുവിളികൾ നേരിടുന്ന രാജ്യമായതുകൊണ്ട് ഇന്റലിജൻസ് പങ്കിടലും സൈനിക പരിശീലനവും ഒക്കെ തന്നെ ഇപ്പോഴും കരുത്തുറ്റതായി തുടരുന്നുണ്ട്. ഇസ്രയേൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റവും ഇന്ത്യയുടെ വിപുലമായ സൈനിക ശേഷിയും ഒക്കെ ഒന്നിച്ചു ചേരുന്നത് ഈ കൂട്ടുകെട്ടിനെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുന്നുണ്ട്. ഇനി വ്യാപാര മേഖലയിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ ഇപ്പോൾ നടത്തിപ്പോരുന്ന സ്വതന്ത്ര വ്യാപാര കരാർ എന്ന ഒരു വലിയ ബാലിക മലയായിട്ടുള്ള ഹിമാലയൻ ടാസ്ക് ആയിട്ടുള്ള ആ ഒരു വിഷയം, അതിനെക്കുറിച്ച് കൂടി പറയേണ്ടതാണ്. വ്യാപാര രംഗത്തും രണ്ടു രാജ്യങ്ങളും ബന്ധം വളർത്തിയെടുക്കുന്നു. കാർഷിക സാങ്കേതിക വിദ്യ, ജലസംരക്ഷണം, സ്മാർട്ട് ഇറിഗേഷൻ എന്നിവയിലൊക്കെ ഇസ്രയേൽ ഇന്ത്യയോട് ഏറ്റവുമായി അടുത്ത് ചേർന്ന് നിൽക്കുന്ന പ്രധാന പങ്കാളിയാണ്. ഹൈടെക്, സ്റ്റാർട്ടപ്പ്, സൈബർ സുരക്ഷ, AI മേഖലകളിലൊക്കെ സഹകരണം അങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. രണ്ടു രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഇസ്രയേലിന്റെ നൂതന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ വിപുലമായ വിപണിയും ഒക്കെ പരസ്പര പൂരകമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. രണ്ടു രാജ്യങ്ങൾക്കും പൊതുവായ ചില ഘടകങ്ങളുണ്ട്, സുരക്ഷാ ആശങ്കകളുണ്ട്, അതിർത്തി ഭീഷണികളുണ്ട്, ഭീകരവാദം, സൈബർ ആക്രമണം എന്നിവയൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യയിലാകട്ടെ അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ തന്ത്രപ്രധാനമായ മാറ്റങ്ങൾക്കിടയിൽ ഇന്ത്യ ഇസ്രയേൽ ബന്ധം സ്ഥിരതയും വിശ്വാസവും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഊർജ്ജ സുരക്ഷ, പ്രതിരോധ നവീകരണം, സാങ്കേതിക വികസനം എന്നിവയിൽ ദീർഘകാല ദർശനത്തോടെ സഹകരണം ഇപ്പോഴും തുടരുന്നുണ്ട്. 2017 നരേന്ദ്രമോദി ആദ്യമായി ഇസ്രയേൽ സന്ദർശനം നടത്തിയത്. അങ്ങനെ 9 വർഷത്തിനിപ്പുറം വീണ്ടും അദ്ദേഹം ഇസ്രയേലിലേക്ക് പോകാൻ യാത്ര തിരിക്കുന്നു. അതിന് തിരഞ്ഞെടുത്ത സമയത്തെക്കുറിച്ചുള്ള ചില ആശങ്കകൾ, വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുമെന്ന ഒരാശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാനിൽ നിന്നും ഇന്ത്യക്കാരോട് മടങ്ങിയെത്താൻ വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചത്. ഈ സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രി ഇസ്രയേലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി ചർച്ചകളായിരിക്കും നാളെ നടക്കുക. നരേന്ദ്രമോദിയുടെ ഒരു ചരിത്ര സന്ദർശനമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിശേഷിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ പ്രാദേശിക സഹകരണം വരെയുള്ള നിരവധി വിഷയങ്ങൾ. ഇതിൽ ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇസ്രയേൽ. അത് പുതുതലത്തിലേക്ക് വളർത്തുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിൽ എത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ചരിത്രപരമായ മറ്റൊരു നീക്കം കൂടിയുണ്ട്. പാർലമെന്റായ സെനറ്റിനെ അഭിസംബോധന ചെയ്യുന്ന ലോക നേതാവായി അങ്ങനെ നരേന്ദ്രമോദി മാറും. ഇസ്രയേലും ഇന്ത്യയും പങ്കിടുന്ന ശക്തമായ പാർലമെന്ററി പാരമ്പര്യങ്ങളുടെ, ജനാധിപത്യ മൂല്യങ്ങളുടെയും പ്രതീകമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലിൽ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളെ കൂടി കാണുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ഒരുപോലെ തന്നെ ദൃഢപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത അദ്ദേഹം എടുത്തു പറയുന്നു. ചരിത്രത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 ഇസ്രയേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയിരുന്നു. ബെൻഗുരിയോൻ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ ആ വിമാനം വന്ന് ഇറങ്ങിയപ്പോൾ ആ നിമിഷം ഇന്ത്യക്കും ഇസ്രയേലിനും സവിശേഷമായ ഒരു സമയം കൂടിയായിരുന്നു. വെറുമൊരു സർക്കാർ സന്ദർശനം എന്ന രീതിയിലല്ലായിരുന്നു, മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു വഴിത്തിരിവായി തന്നെ അതിനെ വിശേഷിപ്പിച്ചു. വർഷങ്ങളോളം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം
മിതമായ തലത്തിലായിരുന്നു കൊണ്ടുപോയതെങ്കിൽ പിന്നീട് അങ്ങോട്ടുണ്ടായ ഒരു മാറ്റമെന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. ഈ സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും പരസ്യമായി തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചു തുടങ്ങി. ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ തനിക്ക് വളരെയധികം അഭിമാനമുണ്ടെന്ന് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ പിന്നീട് നമ്മുടെ രാജ്യത്തിനുണ്ടായ അഭിമാനകരമായ നേട്ടങ്ങളും എടുത്തു പറയേണ്ട ഒരു വിഷയമായിരുന്നു. ചരിത്രപരവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ചുവടുവയ്പിലേക്ക് തന്നെ ആയിരുന്നു അന്ന് കാലെടുത്ത് വെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തെ അങ്ങനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. പല മേഖലകളിലായി ഈ കൂട്ടുകെട്ടുന്ന ഒരു തന്ത്രപ്രധാന പങ്കാളിത്തമായി തന്നെ മാറുന്നു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ഈ ബന്ധം ഭാവിയിലും കൂടുതൽ ദൃഢമാകും, കൂടുതൽ ശക്തമാകും. ആഗോള രാഷ്ട്രീയത്തിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും സഹായിക്കുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.